ഹായ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളുകളൊക്കെ അടച്ചു, അപ്പോൾ അതിനെതിരെ പോലീസ് ഇറക്കിയ ഒരു നിബന്ധനകൾ കേൾക്കാം. മധ്യവേനൽ അവധിയെത്തിയ സ്കൂളുകൾ അടച്ചു. കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ വേണം ജാഗ്രത. നിർദ്ദേശവുമായി പോലീസ്. പരീക്ഷക്കാലം അവസാനിച്ചു. ഇനി മധ്യവേനൽ അവധിയുടെ നാളുകളാണ്. എന്നാൽ കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കേരള പോലീസ്. അവധിക്കാലമായതിനാൽ കുട്ടികൾ സ്വാഭാവികമായും മൊബൈൽ ഫോണിൽ കൂടുതൽ സമയം ചെലവിടും. അതിനാൽ ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും ചതിക്കുഴികളെക്കുറിച്ചും കെണികളെക്കുറിച്ചുമെല്ലാം അവർക്ക് വേണ്ട വിധത്തിലുള്ള അവബോധവും നൽകണം. വ്യക്തിപരമായ സ്വകാര്യതയും സുരക്ഷയും ഓഫ്ലൈനിൽ എന്ന പോലെ തന്നെ ഓൺലൈനിലും പ്രധാനപ്പെട്ടതാണെന്ന് കേരള പോലീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൺലൈനിൽ അഭിമുഖീകരിക്കുന്ന ആളുകളും സാഹചര്യങ്ങളും എല്ലായ്പ്പോഴും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാനും എന്താണ് യാഥാർത്ഥ്യമെന്നും എന്താണ് വ്യാജമെന്നും വേർതിരിച്ചറിയാനും കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതാണ്. തട്ടിപ്പുകളിൽ വീണു പോകാതിരിക്കാൻ പാസ്വേഡുകളും സ്വകാര്യ വിവരങ്ങളും പങ്കുവയ്ക്കാതിരിക്കാൻ അവരെ പഠിപ്പിക്കുക. വ്യക്തിപരമായ വിവരം വെളിപ്പെടുത്താനായി ആളുകൾ നിങ്ങളുടെ കുട്ടികളെ കബളിപ്പിച്ചേക്കാം. 3. അക്കൗണ്ട് വിവരം ആവശ്യപ്പെടുന്നതോ അസാധാരണമായി തോന്നുന്ന അറ്റാച്ച്മെൻ്റ് ഉള്ളതോ ആയ സന്ദേശം, ലിങ്ക് അല്ലെങ്കിൽ ഇമെയിൽ ഒരു അപരിചിതനിൽ നിന്നും ലഭിച്ചാൽ രക്ഷിതാക്കളെ സമീപിക്കാൻ അവരെ പഠിപ്പിക്കുക. അപരിചിതരിൽ നിന്നും സൗഹൃദ അഭ്യർത്ഥനകൾ സ്വീകരിക്കാതിരിക്കുക. ഒരു സന്ദേശം അസാധാരണമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ അടുത്ത് വന്ന് അത് പരിശോധിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുക. സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകൾ സ്വകാര്യത സംരക്ഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുക. ഓൺലൈൻ ഗെയിമുകളിൽ സ്വകാര്യ വിവരങ്ങളും സ്വകാര്യ ചിത്രങ്ങളും പങ്കുവയ്ക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരള പോലീസ് പുറപ്പെടുവിച്ച പ്രധാന ന്യൂസുകൾ. അപ്പോൾ എല്ലാ മക്കളും ജാഗ്രത പാലിക്കുക, പ്രത്യേകിച്ച് രക്ഷിതാക്കളും. താങ്ക് യു.